എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് എക്കണോമിക്സ് ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമ്മൾ ഓൾറെഡി മലയാളവും ഇംഗ്ലീഷും ഡിസ്കസ് ചെയ്തു. ഇന്ന് നോക്കുന്നത് എക്കണോമിക്സ് ഭാഗത്ത് കഴിഞ്ഞ പ്രിലിംസ് എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഞാൻ ഇംഗ്ലീഷ് വേർഷനാണ് എടുത്തത്. മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി എറർ വരുന്നുണ്ട്, അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ നോക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. GDP at factor cost is. Options A, GDP at market price minus net indirect taxes. B, GDP at market price minus depreciation. Option C, GDP at market price plus net product taxes. D, GDP at market price plus net income from abroad. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് നിങ്ങൾ എഴുതി നോക്കുക. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആൻസർ പറയാം. Among the factors of production, the passive ones include Option A, land. B, labor. C, capital. Option D, both land and capital. Next question. Which among the following measures will reduce the supply of money in the economy? Option A, purchase of government securities by RBI. Option B, sale of government securities by RBI. Option C, borrowings of the central government from RBI. D, none of the above. ആൻസറിലേക്ക് കിടക്കാം. നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ നോക്കുക. GDP at factor cost is കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. GDP at market price minus net indirect taxes. Among the factors of production, the passive ones include കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, both land and capital. Which among the following measures will reduce the supply of money in the economy? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, sale of government securities by RBI. Next question. Which of the following is or are correct regarding the repo rate? It is always lower than bank rate. It is always higher than reverse repo rate. It focuses on short-term financial needs. No collateral involved when it is charged. അപ്പോൾ ആൻസർ നിങ്ങളൊന്ന് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിസിക്കൽ ഡെഫിസിറ്റ് റെഫേഴ്സ് ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ റെസീപ്റ്റ്സ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. ഓപ്ഷൻ സി, റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്. Total expenditure minus revenue receipt plus capital receipts. Which of the following is or are correct regarding the repo rate? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2, 3. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിസിക്കൽ ഡെഫിസിറ്റ് റെഫേഴ്സ് ടു, അത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. Next question. Which of the following objectives related to the Fiscal Responsibility and Budget Management Act 2003 are correct? On the fiscal deficit is to be reduced to 5% of GDP. Complete elimination of revenue deficit. Greater transparency in fiscal operations. Next question. Calculate the NNP at factor cost from the following data. NNP at market price Rs 5,000 crores. Indirect taxes Rs 400 crores. Subsidies Rs 200 crores. Answer is only 2 and 3. Which of the following objectives related to the Fiscal Responsibility and Budget Management Act? 2 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. NNP at factor cost equal to NNP at market price minus indirect taxes plus subsidies. അപ്പോൾ അത് ചെയ്യുമ്പോൾ 4,800 എന്ന് ആൻസർ കിട്ടും. ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചാൽ മതി. അത് തിരിച്ച് മാർക്കറ്റ് പ്രൈസ് കാണാനും യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. ദ മേജർ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കൺട്രോൾ ക്രെഡിറ്റ് ഇൻക്ലൂഡ്. 1, ബാങ്ക് റേറ്റ്. 2, വാരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്സ് CRR ആൻഡ് SLR. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എമംഗ് ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് സം 5-year പ്ലാൻസ് ഇൻ ഇന്ത്യ വിച്ച് വൺ ഈസ് ഇൻ എ കറക്റ്റ് അസെൻഡിങ് ഓർ ക്രോണോളജിക്കൽ ഓർഡർ? 1, ഇൻക്ലൂസീവ് ഗ്രോത്ത്. 2, റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. 3, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. 4, പോവർട്ടി ഇറാഡിക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോബൽ പ്രൈസ് ഓഫ് എക്കണോമിക്സ് ഇൻ 2020 വാസ് awarded to Paul R. Milgram and Robert B. Wilson for their contribution in Options A, improvements to action theory and inventions of new action formats. Option B, behavior economics. Option C, integrating technological innovations into long-run macroeconomic analysis. Option D, experimental approach to alleviating global poverty. ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, ഓൾ ആർ കറക്റ്റ്. ബാങ്ക് റേറ്റ്, വാരിയബിൾ റിസർവ് റിക്വയർമെൻറ്റ്സ്
CRR ആൻഡ് SLR, പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇതൊക്കെ വേരിയബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ബൈ RBI ടു കൺട്രോൾ ക്രെഡിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് വരുന്നത്. അതിൻ്റെ ഓർഡർ വരുന്നത് ഫസ്റ്റ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻ്റ് ആണ്, പിന്നെ വരുന്നത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, പിന്നെ വരുന്നത് പോവർട്ടി ഇറാഡിക്കേഷൻ, ലാസ്റ്റാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. നെക്സ്റ്റ് നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് 2020 വാസ് awarded to Paul R. Milgram and Robert B. Wilson for their contribution in. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇംപ്രൂവ്മെൻറ്റ്സ് ടു ആക്ഷൻ തിയറി ആൻഡ് ഇൻവെൻഷൻസ് ഓഫ് ന്യൂ ആക്ഷൻ ഫോർമാറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാങ്ക് ഓതറൈസ്ഡ് ടു ഇഷ്യൂ ആൻഡ് എൻകാഷ് ഇലക്ട്രൽ ബോണ്ട്സ് ഇൻ ഇന്ത്യ. ഓപ്ഷൻസ് എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഡി ഓൾ ദ എബോവ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദ ബാങ്ക് ഓതറൈസ്ഡ് ടു ഇഷ്യൂ ആൻഡ് എൻകാഷ് ഇലക്ട്രൽ ബോണ്ട്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ ഓൺ. ഓപ്ഷൻസ് 1 April 2017, ബി 1 July 2017, സി 1 April 2015, ഡി 1 July 2015. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് 1 July 2017. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. RBI has the monopoly power of issue of notes and coins of all denominations in India. RBI keeps and manages the foreign exchange reserves of India. Open market operations are conducted by RBI via the sale and purchase of government securities. During inflation, RBI reduced the cash reserve ratio. Which of the above statements is or are correct? അടുത്ത ക്വസ്റ്റ്യൻ, which of the following is the single largest item of public expenditure in India? Options A, interest payment, B, salary and pension, C, defense expenditure, D, expenditure on social service. ആൻസർ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റിൽ 2ഉം 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. RBI കീപ്സ് ആൻഡ് മാനേജസ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഓഫ് ഇന്ത്യ. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആർ കണ്ടക്റ്റഡ് ബൈ RBI വയ ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അത് രണ്ടാണ് കറക്റ്റ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ? ആൻസർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആണ്, ഓപ്ഷൻ എ. നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്ന്, ഡയറക്റ്റ് ടാക്സസ് ആർ ദോസ് ടാക്സസ് ഇൻ വിച്ച് ഇമ്പാക്റ്റ് ഈസ് ഓൺ വൺ പേഴ്സൺ ആൻഡ് ഇൻസിഡൻസ് ഓൺ ദി അതർ പേഴ്സൺ. അടുത്തത്, ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ദോസ് ടാക്സസ് ഇൻ വിച്ച് ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് ആർ ഓൺ ദ സെയിം പേഴ്സൺ. നെക്സ്റ്റ്, ദ ബേർഡൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ക്യാൻ ബി ഷിഫ്റ്റഡ്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് സെലക്ട് ചെയ്യാൻ ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് 5-year പ്ലാൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആക്ച്വലി അഡ്രസ്ഡ് ദ ഇഷ്യൂ ഓഫ് റിമൂവൽ ഓഫ് പോവർട്ടി ആസ് എ പ്രൈം ഒബ്ജക്റ്റീവ്? ഓപ്ഷൻസ് എ, ഫസ്റ്റ് 5-year പ്ലാൻ, ബി സെക്കൻഡ് 5-year പ്ലാൻ, സി ഫിഫ്ത്ത് 5-year പ്ലാൻ, ഡി ഫോർത്ത് 5-year പ്ലാൻ. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 3 ഓൺലി ആണ്. ദ ബേർഡൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ക്യാൻ ബി ഷിഫ്റ്റഡ്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ ദോസ് ടാക്സസ് ഇൻ വിച്ച് ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് ആർ ഓൺ ദ സെയിം പേഴ്സൺ. ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ദോസ് ടാക്സസ് ഇൻ വിച്ച് ഇമ്പാക്റ്റ് ഈസ് ഓൺ വൺ പേഴ്സൺ ആൻഡ് ഇൻസിഡൻസ് ഓൺ ദി അതർ പേഴ്സൺ. അതുപോലെ ദ ബേർഡൻ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ഷിഫ്റ്റഡ് ആയിരിക്കും. പോവേർട്ടി റിലേറ്റഡ് ചോദിച്ചാൽ ഫിഫ്ത്ത് 5-year പ്ലാൻ ആയിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ സി, ഫിഫ്ത്ത് 5-year പ്ലാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇംപ്ലിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ എമർജൻസി? ഓപ്ഷൻസ് എ, റിഡക്ഷൻ ഓഫ് സാലറീസ് ആൻഡ് അലവൻസസ്, ബി ഫിനാൻഷ്യൽ ബിൽസ് വിൽ ബി റിസർവ്ഡ് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് പ്രസിഡന്റ്, സി റിഡക്ഷൻ ഓഫ് സാലറീസ് ഓഫ് ജഡ്ജസ്, ഡി അബോളിഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മിനിസ്റ്റർ ഇൻ സ്റ്റേറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? നമുക്കിത് ആൻസറിൽ ഡിസ്കസ് ചെയ്യാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇംപ്ലിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ എമർജൻസി? എൻ്റെ കറക്റ്റ് അബോളിഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫ് ഫിനാൻസ് മിനിസ്റ്റർ ഇൻ സ്റ്റേറ്റ്സ്. ഫിനാൻഷ്യൽ എമർജൻസിൻ്റെ ഫലമല്ലാത്തത് തെറ്റായതുള്ളത് അബോളിഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫ് ഫിനാൻസ് മിനിസ്റ്റർ ഇൻ സ്റ്റേറ്റ്സ്. അടുത്തത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? ആൻസർ വരുന്നത് സി ആണ്. ടു റെക്കമെൻഡ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ദ മെഷർ ടു പ്രസൻറ്റ് സ്റ്റേറ്റ് ഫിനാൻസ് ബിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഓർ ആർ ട്രൂ ഫോർ ട്രഷറി ബിൽസ് ഇൻ ഇന്ത്യ? First one, treasury bills are issued by state governments. Second, treasury bills are less liquid compared to call loans. Third, only central government can issue treasury bills. Fourth, treasury bills are not eligible for inclusion in statutory liquidity ratio by banks. GDP at factor cost is equal to, നമുക്ക് ആൻസറിൽ നോക്കാം.
ആൻസർ ട്രൂ ആയത് ഓൺലി 2 and 3 ആണ്. ട്രഷറി ബിൽസ് ആർ ലെസ് ലിക്വിഡ് കമ്പയർഡ് ടു കോൾ ലോൺസ്. ഓൺലി സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഇഷ്യൂ ട്രഷറി ബിൽസ്. നെക്സ്റ്റ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു, കറക്റ്റ് വരുന്ന ഓപ്ഷൻ ബി ആണ്, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് ഡിപ്രിസിയേഷൻ മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. തൽക്കാലം നമുക്ക് ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എക്കണോമിക്സ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. കൂടാതെ ഡിഗ്രി പ്രിലിംസ് മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെതും PYQ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കാണുക. അപ്പം എന്തായാലും എഫക്റ്റീവ് ആവും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.